ഇപ്പോൾ ലൈഫ് ബഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി നമ്മളുടെ പേജിൽ നമുക്ക് ഓഡിയൻസിനെ സെറ്റ് ചെയ്യാം, ഓഡിയൻസിനെ നമുക്ക് എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പേജ് മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പം വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ഒരുപാട് ലേഡീസൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ക്രാഫ്റ്റ് വർക്ക്, കേക്ക്സ്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അച്ചാറുകളാണെങ്കിലും സോപ്പുകൾ, അങ്ങനെയൊക്കെ ലിപ് ബാമുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേര്. അന്നേരം അവരുടെയൊക്കെയെന്ന് വെച്ചാൽ അവർക്ക് നമുക്കിപ്പോൾ അറിയാവുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിലുള്ള അതിനകത്ത്, അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ആൾക്കാരിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്ന അറിയാവുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഒരുപാട് പേരുടെ, ഞാൻ ലേഡീസിനാണ് ക്ലാസ്, വുമൻസിനുള്ള ക്ലാസ്സസാണ്, വുമൻസിനാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓഡിയൻസിന് അതൊക്കെ പേജ് എല്ലാം 1 മന്ത് പേജും റെഡിയാക്കി കൊടുത്ത് നിങ്ങൾക്ക് ആഡ്സ് ഇടാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിനകത്ത് കഴിഞ്ഞ 2 ദിവസം രജിസ്റ്റർ ചെയ്ത ആൾക്കാരിൽ ഭൂരിഭാഗം പേരും, ഞാൻ ആ പേജ് മാനേജ് ചെയ്യുക, പേജ് എടുത്ത് നോക്കിയപ്പോൾ, പേജ് റിവ്യൂ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ചിലർ ഡിസംബറിലാണ് ലാസ്റ്റ് പോസ്റ്റ് ഇട്ടേക്കുന്നത്, ചില 2022, 2021 പോസ്റ്റ് ഇട്ടവരുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ച് 10 എങ്ങനെ പോലെ ഒരു മാസം 1-2 പോസ്റ്റൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. മാക്സിമം വന്നേക്കുന്നത് 5 പോസ്റ്റൊക്കെ. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് നമ്മൾ ഡെയിലി റെഗുലറൈസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ പോസ്റ്റ്, അല്ലെങ്കിൽ വീക്ക്ലി ഒരു 3 പോസ്റ്റേലും നമ്മളിടുക. വീക്ക്ലി 3 പോസ്റ്റ് ആയാൽ തന്നെ ഒരു മന്ത് ആകുമ്പോൾ മിനിമം 12 പോസ്റ്റേലും വരണം അല്ലേ. എങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നല്ലതായിട്ട് റെഗുലറൈസ്, നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലൈക്സ് ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടായിട്ടോ നമുക്ക് കാര്യമില്ല. അത് വേണം, മോണിറ്റൈസ് ആവണമെങ്കിൽ അത് വേണം. പക്ഷേ ഐഡിയൽ കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് ആവശ്യമുള്ള ഓഡിയൻസിലേക്ക് നമ്മളുടെ പേജ് പോയി, നമ്മളുടെ പേജ് റെഗുലറൈസ് ആവണം അല്ലേ. നമ്മളിപ്പോൾ ചുമ്മാതിരിക്കുന്ന ഒരു പേജിൽ നമ്മളൊരു ആഡ് അക്കൗണ്ട് ചുമ്മാ ജസ്റ്റ് എടുത്ത് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റി കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ആഡ് എത്തണം എന്നില്ല. അത് എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും നമ്മളുടെ ഫേസ്ബുക്ക് പേജും റെഗുലറൈസ് ആയിട്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് എൻഗേജ്മെൻറ്റ്സ് ഇടുക. അത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെപ്പോഴും ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചുമ്മാ അതിൻ്റെ മാത്രം പോസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ്, ഇന്ന് ഇവരിതൊക്കെ തന്നെ ഇടുന്നത്, ഞാനിത് കണ്ടിട്ട് എന്തോ എനിക്ക് പ്രയോജനം അല്ലേ, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനത് മേടിക്കും, എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കും. ഒത്തിരി അച്ചാറുകളുണ്ട്. നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിന് യൂണിക്കായിട്ട് കൊടുക്കുന്നത്, അതായിരിക്കണം കസ്റ്റമർ നോക്കി. ഇപ്പം നമ്മളൊരു കസ്റ്റമറായിട്ട്, ഇപ്പം ഞാനിപ്പം ഡിജിറ്റൽ മാർക്കറ്റ് സോഷ്യൽ മീഡിയ കോഴ്സ് എടുക്കുന്നുണ്ടല്ലേ, അപ്പം ഞാൻ ആസ് എ കസ്റ്റമർ, അല്ലെങ്കിൽ ഞാൻ ആസ് എ ഓഡിയൻസ്, ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നായിരിക്കണം നമ്മളാദ്യം. നമ്മൾ എടുത്തു കൊടുക്കുന്നവർ, ഞാനൊരു ബിസിനസ് പേഴ്സണാണ്, ആ ഒരു ലെവലിൽ നമ്മളൊരിക്കലും ചിന്തിക്കരുത് മാർക്കറ്റിങ്ങിൻ്റെ സ്ഥലത്ത്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, അവരായിരിക്കണം, ഞാനാണ് എൻ്റെ കസ്റ്റമർ, ഞാനാണ് എൻ്റെ ഓഡിയൻസ് എന്ന് മൈൻഡിൽ ഫിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ വേർഡ്സ് ആണെങ്കിലും ഓരോ കണ്ടൻസ് ആണെങ്കിലും നമ്മളിടുമ്പോൾ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എനിക്കൊരു അച്ചാർ വേണം, ഞാൻ ആ അച്ചാർ മേടിക്കുന്ന സ്ഥലത്ത് ഞാൻ എന്തൊക്കെ കണ്ടൻസാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഒരു പെരുമാറ്റമാകാം, ചിലപ്പം ഒരുപാട് വിനാഗിരി യൂസ് ചെയ്യത്തില്ല എന്നുള്ളൊരു ക്യാപ്ഷനാകാം. അപ്പോൾ എന്ത് ക്യാപ്ഷൻസിലായിരിക്കും ഞാൻ എന്ത് വരുന്നത് എനിക്ക് സാറ്റിസ്ഫൈ ആവുന്നത്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ടും. ക്ലിയർ ആയോ? അതുപോലെ ജസ്റ്റ് ചുമ്മാ ഇപ്പോൾ ബേക്കേഴ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, ചുമ്മാ പോസ്റ്റായിട്ട് ഫോട്ടോസ് മാത്രം ഇടും. ഫോട്ടോസ് വേണം, ഇടണ്ടെന്നല്ല, ഫോട്ടോസ് ഇടണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ലൊരു ക്യാപ്ഷൻ, ഈവൻ 1 വേർഡ് ക്യാപ്ഷൻ ആയിക്കോട്ടെ, നല്ലൊരു ക്യാപ്ഷനോടുണ്ടെങ്കിലോ ആൾക്കാർ ശ്രദ്ധിക്കല്ലേ. ഈവൻ നമുക്കത് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ബൂസ്റ്റ് ചെയ്യാനും സാധിക്കും. നല്ലൊരു ക്യാപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാച്ചബിൾ ആയിരിക്കണം. അതുപോലെ പോൾസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ പോൾസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്നും ഡെയിലി ഒരേ രീതിയിലുള്ള പോസ്റ്റ് ഇടുന്നതിന് പകരം, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ വിഷു വരുന്നു അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക്സ് ചെയ്യുന്നവർ നിങ്ങൾക്കൊരു പോൾ ചെയ്യുക, വിഷുവിന് കേക്ക് കട്ട് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് കേക്ക്സ് കട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള പോസ്റ്റ്, ക്വസ്റ്റ്യനേഴ്സ്, അപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസും പോൾസും വോട്ട്സും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേജിൽ. അപ്പോൾ എന്താ നടക്കുന്നത്, അവിടെ എൻഗേജ്മെൻറ്റ്സ് വരും, വ്യൂസ് വരും. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഗീവവേഴ്സ് നടത്താം. ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന ഷെയർ ചെയ്യുക. ഇത് അങ്ങനെയല്ല, നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലക്കി ഡ്രോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഇതെന്ത് സാധനമാണ്, ഇപ്പോൾ ഒരു അച്ചാർ, ഇപ്പോൾ ഒരു പിക്കിളിൻ്റെ ഫോട്ടോ നിങ്ങളിട്ട് ഇത് ഏത് പിക്കിളാണെന്ന് പറയുന്നവർക്ക് ഒരു സമ്മാനം, ഫസ്റ്റ് പറയുന്നവർക്ക് സമ്മാനം, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനേഴ്സും പോൾസും ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഒരുപാട് പേര് ഇപ്പോൾ നമ്മളായാലും ബോറടിച്ചിരിക്കുമ്പോൾ ഒരു ഗെയിം കളിക്കാൻ നമ്മൾ നോക്കും അല്ലേ, അതുപോലെ ഒരു ഗെയിമിങ് വേയിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻസ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ കൂടുതൽ ഫോളോവേഴ്സിനെ നമുക്ക് കൊണ്ടുവരാനും അതിലൂടെ പേജ് റെഗുലറൈസ് ആവാനും കൂടുതൽ ഓഡിയൻസ് നമ്മളിലേക്ക് എത്താനും ഒക്കെ സഹായിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് അയക്കാം. ഞാൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ അഡ്വർടൈസിങ് മെറ്റീരിയൽസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻറ്റിംഗ് ഷോപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയ കോഴ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്, പേജ് മാനേജ് ചെയ്യുന്നുണ്ട്, ആഡ്സ് ഒക്കെ റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നിങ്ങളെൻ്റെ പേജും സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് കൊടുക്കുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്